പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ ദിവസങ്ങളൊക്കെയും നമ്മുടെ തലമുറയിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ മരിച്ചു പോയിട്ടുള്ളവര്, പ്രത്യേകിച്ച് ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ 23-ാം തീയതി നമ്മൾ ഈ ദിവസം തന്നതിനോർത്ത് ദൈവത്തിന് നന്ദി പറയാം. എന്നിട്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആത്മാക്കളുടെ മോചനത്തിന് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങേ മക്കളായി ഞങ്ങൾ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്നു. മരണമൂലം ഞങ്ങളുടെ ഇടയിൽ നിന്നും കുടുംബത്തിൽ നിന്നും തലമുറയിൽ നിന്നൊക്കെ മരിച്ചുപോയ ആത്മാക്കള്, ശുദ്ധീകരണ സ്ഥലത്തിൽ ആരും ഓർക്കാനില്ലാത്ത എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരുടെ കുറവുകളെ അങ്ങ് പരിഹരിക്കണമേ കർത്താവേ, അവർക്ക് മോചനം നൽകണമേ. അങ്ങയുടെ സ്വർഗീയ പ്രകാശത്തിലേക്ക് ആത്മാക്കളെ അങ്ങ് സ്വീകരിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, ഈ 23-ാം തീയതി നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ മരിച്ചു പോയിട്ടുള്ളത്, പ്രത്യേകിച്ചും ശുദ്ധീകരണാവസ്ഥയിലെ എല്ലാ ആത്മാക്കളെ ഓർക്കുമ്പോൾ ചില പ്രത്യേക മേഖല നമുക്ക് ഓർക്കാം. അതായത് പഞ്ചേന്ദ്രിയങ്ങളുടെ മേഖലയിൽ നമുക്കറിയാം. പഞ്ചേന്ദ്രിയങ്ങൾ നമുക്കറിയാം, നമ്മുടെ കണ്ണ്, അതുപോലെ തന്നെ കാത്, മൂക്ക്, അതുപോലെ ചെവി, ത്വക്ക്. ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മൾ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഇതിലൂടെ നമ്മളിലേക്ക് കടന്നു വന്ന പാപത്തിന്റെ മേഖലകൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നല്ലത് കാണാൻ, നല്ലത് കേൾക്കാൻ, അതുപോലെ തന്നെ നല്ലത് ശ്വസിക്കാൻ, പിന്നെ നല്ലത് പറയാനൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഇത് ദൈവത്തിന്റെ ആലയമാണെന്നുള്ള ചിന്തയില്ലാതെ വികാരങ്ങളുടെ തള്ളലിൽ ജീവിച്ചു പോയ അവസ്ഥകളൊക്കെ ഈ ലോകത്തിന് മരിച്ചുപോയ വ്യക്തികൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ന് ഇന്റർനെറ്റിന്റെ ഒരു യുഗമാണ്. പാപത്തിൽ വീഴാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിഗ്രഹിച്ചില്ല എങ്കിൽ അവയവങ്ങളിലൂടെ പാപം നമ്മളിലേക്ക് കടന്നു വന്ന് അത് നമ്മളിൽ ആധിപത്യം സ്ഥാപിച്ച് നമ്മളിലുള്ള ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പൂർണ്ണമായും ഇല്ലാതാക്കി നമ്മൾ വെറും ദൈവത്തിന്റെ മക്കളുടെ പദവിയിൽ നിന്നും വെറും സൃഷ്ടിയുടെ ആ ഒരു പദവിയിലേക്ക് താന്നു പോകാൻ, അല്ലെങ്കിൽ അധപതിച്ചു പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് പ്രത്യേകം നമുക്ക് ഈ മേഖലയിൽ വന്നുപോയ വീഴ്ചകൾ വഴി ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് കണ്ണിലൂടെ TV, അതുപോലെ തന്നെ സിനിമ, അതുപോലെ സോഷ്യൽ മീഡിയ, ഈ മേഖലയിലൂടെ ഒക്കെ ഒരുപാട് തെറ്റുകൾ, പാപങ്ങളൊക്കെ നമ്മൾ ഈ കടന്നു വരാം. ആ മേഖലകളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കാം. അതോടൊപ്പം ഈ ശുദ്ധീകരണ ആത്മാക്കളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കണ്ണുകളിലൂടെ, കാഴ്ചയിലൂടെ ഈ ആത്മാക്കളുടെ മേൽ വന്നു ചേർന്നിട്ടുള്ള തിന്മയുടെ ആധിപത്യം, അതുവഴി അവർക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ കൃപ, അതന്മൂലം കർത്താവിന്റെ ആ പ്രകാശത്തിലേക്ക് കടക്കാൻ, അവിടുത്തെ കാണാൻ സാധിക്കാതെ പോയ അവസ്ഥകളെ ഓർത്ത് ഞങ്ങൾ കർത്താവെ മാപ്പപേക്ഷിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. ആ കാഴ്ച, ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയത്തിന്റെ ശുദ്ധി വേണം. ദൈവം കർത്താവ് ഈശോ പറഞ്ഞിട്ടുണ്ട്, പുറമേ നിന്നും അകത്തേക്ക് കടന്ന് ഒരുവനെ മലിനമാക്കാനായിട്ടൊന്നും സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം വിശുദ്ധമായിരിക്കണം. ഈ കണ്ണുകളിലൂടെ ഒക്കെ ചിലത് ഉള്ളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ ആത്മീയ മേഖലയെ പലപ്പോഴും മലിനപ്പെടുത്താനായിട്ട് സാധ്യതയുണ്ട്. ദൈവിക ഛായ വികലമായി പോകാനും ഇടയുണ്ട്. രണ്ടാമതായിട്ട്, നമ്മുടെ കാതുകളിലൂടെ നമ്മൾ കേട്ട കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, നല്ലതല്ലാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ചും അശുദ്ധ ഭാഷണത്തിലൂടെ നമ്മുടെ കാതുകളിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ, അതുമല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ കേട്ടത് വഴി ചിലത് നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചതിലൂടെ മനസ്സിന് സന്തോഷം നൽകുന്ന, ഹൃദയത്തിന് ആത്മീയമായ പോഷണം ലഭിക്കാതെ ഈ നൈമിഷികമായ സുഖത്തിനു വേണ്ടി ചിലതൊക്കെ നമ്മൾ കേട്ടതിലൂടെ നമ്മളിലേക്ക് കടന്നു വന്ന മാലിന്യങ്ങൾ നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ നിത്യജീവന്റെ ആ ഒരു കൃപ സ്വന്തമാക്കാൻ തടസ്സമാക്കുന്നതിന് ആ മേഖലകളെ സമർപ്പിച്ച് ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു മേഖലയാണ് നാവ്. മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം തന്നേക്കണമെന്നാണ് നാവ്. പക്ഷെ ഈ നാവ് വളരെ വലിയ ഒരു പാപത്തിനുള്ള സാധ്യതയുള്ള മേഖലയാണ്. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മളൊരു ദിവസം പ്രഭാതം മുതൽ സായാഹ്നം വരെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ, എത്രയോ തെറ്റുകളാണ് ഈ സംസാരത്തിലൂടെ നമുക്ക് വരുന്നത്. പലപ്പോഴും നമ്മൾ കൂട്ടുചേർന്ന് സംസാരിക്കുന്നുണ്ട്, ചില സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്നുണ്ട്. നമ്മൾ തന്നെയും ചില തെറ്റായിട്ടുള്ള ധാരണകളുടെ പുറത്ത്, അതുമല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ തെറ്റായി നമ്മൾ മനസ്സിലാക്കിയതിന്റെ പേരിൽ നമ്മുടെ സംസാരത്തിലൂടെ വീഴ്ചകൾ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ജീവിത പങ്കാളിയോ, മാതാപിതാക്കളോ, അയൽക്കാരോ, ഇടവകൽ വികാരിച്ചനോ, ആര് തന്നെയാണെങ്കിലും ഒക്കെ നമ്മൾ ഇങ്ങനെ ചില
സംസാരങ്ങളിലൂടെ നമ്മുടെ ആത്മീയ മേഖല പലപ്പോഴും ദുഷിച്ചു പോകാനായിട്ട് ഇടയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൂക്കിലൂടെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നമുക്കറിയാം ഈ പുകവലി, മദ്യപാനം, അതുപോലെ തന്നെ മറ്റു പലതും, അതിന്റെ സുഖം, അതിലൂടെ കിട്ടുന്ന സന്തോഷം യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയ മേഖലയൊന്നും അത് വളർത്തുന്നുമെന്നില്ല. പലപ്പോഴും നമ്മൾ ചില അടിമത്തത്തിലേക്ക് ഇങ്ങനെ പോവാണ്. അതിലൂടെ അതിന്റെ ഗന്ധം, സുഗന്ധം എന്ന് നമ്മൾ പറയും, അത് നമ്മൾ സ്വീകരിച്ച് അതിലൂടെ നമ്മളും പല രീതിയിൽ അടിമത്തത്തിലേക്കും അതുപോലെ ആത്മീയമായി കൃപ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലയിൽ വീണുപോയ ആത്മാക്കളെ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ കരങ്ങളും പാദങ്ങളും ദൈവം നമുക്ക് തന്ന നമ്മുടെ അവയവങ്ങളാണ്. അപ്പൊ അത് നല്ല രീതിയിൽ ഈ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചിലപ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ, തെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ മേഖലകളെയൊക്കെ നമുക്ക് സമർപ്പിച്ച് ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ സ്പർശനത്തിലൂടെ വന്നുപോയ തെറ്റുകൾ, മറ്റുള്ളവർ നമ്മളെ സ്പർശിക്കാനും നമ്മൾ മറ്റുള്ളവരെ മോശമായ രീതിയിൽ, ദൈവം ആഗ്രഹിക്കാത്ത രീതിയിൽ നമ്മളെ അശുദ്ധിയിലേക്ക് നമ്മൾ വീണുപോയിട്ടുള്ള മേഖലകളൊക്കെ ഉണ്ട്. ഇതും ഈ ആത്മാക്കളുടെ ജീവിത മേഖലകളിൽ ഉണ്ടായിട്ടുണ്ടാവും. അത് ദൈവത്തെ കാണാൻ, ദൈവത്തെ അറിയാൻ, അവിടുത്തെ സന്തോഷത്തിൽ, അവിടുത്തെ പ്രകാശത്തിനായിരിക്കാൻ ഈ ആത്മാക്കൾക്ക് തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കരുണയ്ക്കായി എല്ലാ ആത്മാക്കളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങള്, അവയവങ്ങളിലൂടെ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള തിന്മകൾ, ഇത് ദൈവത്തിന്റെ ആലയമാണെന്ന തിരിച്ചറിവില്ലാതെ ആ ആലയത്തെ നമ്മൾ അശുദ്ധമാക്കി സൂക്ഷിച്ചതിന്റെ പേരിൽ, ഉപയോഗിച്ചതിന്റെ പേരിൽ വന്നുപോയിട്ടുള്ള ആധിപത്യങ്ങൾ, തിന്മയുടെ ആധിപത്യങ്ങൾ, അതിനെല്ലാം കർത്താവ് തന്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കട്ടെ. ഇപ്രകാരം ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും കർത്താവിന്റെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങേ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുരക്തം ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ഒത്തുചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ഞങ്ങളുടെ തലമുറയിലും കുടുംബത്തിലുമുള്ള എല്ലാ ആത്മാക്കളുടെയും മോചനത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.